നമ്മൾ ആരും നിങ്ങൾക്ക് സംരക്ഷണം യൂസിയിലാകാൻ. ഇത് കേരളത്തിന്റെ അവസ്ഥയാണ്. ഇത് പൊളിക്കണോ പൊളിക്കണ്ടേ, അതാ ചെറുപ്പക്കാർ ആലോചിക്കേണ്ടത്. ഇത് പൊളിക്കണോ പൊളിക്കണ്ടേ, അതാ ചെറുപ്പക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞ യുവാക്കളോട്, ഏതെങ്കിലും തീവ്രവാദ സംഘടന വരുമ്പോ അത് ബിദ്അത്തിന്റെ റിക്രൂട്ട് ഏജൻസിയാണ്. അവസാനം അവർ ബിദ്അത്തിന്റെ കക്ഷിയിൽ എത്തിക്കുക. അവരെ പിന്നാലെ പോകാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ആദർശ പ്രസ്ഥാനത്തെ വളർത്തിവെക്കുക. നമ്മുടെ ആലിമീങ്ങൾ, മഹാന്മാരായ ആലിമീങ്ങൾ, ജീവിതത്തിൽ ഒരു ഖിറാഅത്ത് പോലും ചെയ്യാത്ത മഹാനായ റഈസുൽ മുഹദ്ദിസീൻ കണ്ണിയത്ത് ഉസ്താദ്, ആ മഹാനുഭാവൻ ജീവിതത്തിൽ ഖിറാഅത്ത് പോലും ചെയ്തിട്ടില്ലല്ലോ. വലത്തോട്ട് തുപ്പിയിട്ടില്ല എന്റെ സഹോദര, വലത്തോട്ട് തുപ്പിയിട്ടില്ല. ഇടത്തോട്ട് മാത്രമേ മഹാനുഭാവൻ തുപ്പിയിട്ടുള്ളൂ. ഒരവസരത്തിൽ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സഹായമായ സന്ദർഭത്തിൽ മഹാനുഭാവനെ കൊണ്ടുപോയി ഉദു ചെയ്യാൻ വേണ്ടി ലഭിക്കുകയാണ്. മഹാനുഭാവൻ ഇടതുഭാഗത്ത് ആളുകളുണ്ട്, മുൻഭാഗത്ത് ആളുകളുണ്ട്, ഇടതുഭാഗത്തും ആളുകളുണ്ട്. മഹാനുഭാവന് ചുറ്റും ആളുകളാണ്. ചോദിക്കുന്നു, എനിക്ക് ഉദു ചെയ്യണം. ഉദു ചെയ്യുമ്പോൾ തുപ്പണമല്ലോ, ഇടതുഭാഗത്ത് ആളുകളാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? വേദാവായിട്ട് ചോദിക്കുകയാണ്. ഇടതുഭാഗത്തുള്ള ആളുകൾ മാറിക്കൊടുത്തതിന് ശേഷമാണ് മഹാനുഭാവൻ ഉദു ചെയ്തത്. ഇടത്തോട്ടല്ലാതെ മഹാനുഭാവൻ തുപ്പിയിട്ടില്ല. ജീവിതത്തിൽ സൂക്ഷ്മമായി വളരെ വിനയത്തോടു കൂടി ജീവിച്ച മഹാനുഭാവൻ സൂചിപ്പിച്ചെന്നും ആശംസാപത്രം നടത്തിയ ധാർമ്മികസ്ഥാത് നമ്മുടെ രണ്ടാമത്തെ മുദ്രാവാക്യമാകുന്ന വിനയം, അത് ജീവിതത്തിൽ അങ്ങനെ പകർത്തിയ മഹാനുഭാവനാണ്. അവരുടെ ബർക്കത്തുകൾ വിജയിപ്പിക്കുമാറാവട്ടെ. സൂക്ഷ്മമായി മഹാനുഭാവന്റെ വീട്ടിലേക്ക് വന്നു ഒരു ചായപ്പൊടിയുടെ ഹോൾസെയിൽ കച്ചവടക്കാരൻ. ഇയാൾ കുറച്ച് ചായപ്പൊടിയായിട്ട് വന്നു, കുറച്ചധികം ചായപ്പൊടിയായിട്ട് വന്നു. ചായപ്പൊടിയായിട്ട് വന്ന് സലാം പറഞ്ഞിരുന്ന് എല്ലാവരോടും ചോദിക്കും, കേൾക്കേണ്ട പണി ഇത് ചായപ്പൊടി കച്ചവടം, ഹലാലായ കച്ചവടമാണ്, ഒക്കെ വിചാരം ചെയ്യും, ഒക്കെ വാങ്ങുള്ളൂ. നിങ്ങൾക്ക് നമ്മളെ മാതിരി ടീഷർട്ട് നോക്കൂല, ഒക്കെ ചോദിക്കും. ചോദിച്ച് റെഡിയാക്കിയതിനു ശേഷം എന്തിനാണ് ഇത്ര അധികം ചായപ്പൊടിയും കുറച്ച് അധികം? ഇത് ഉസ്താദെ, ഇവിടെ കുറെ ആളുകളൊക്കെ വരുമല്ലോ ഉസ്താദിനെ കാണാൻ, അവർക്കൊക്കെ ചായ കാച്ചി കൊടുക്കാനാണ്. അത് പറഞ്ഞപ്പോഴേക്കും കണ്ണീർ ഉസ്താദ് അകത്തേക്ക് ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, ഭാര്യയുടെ ഈ ചായ എനിക്കും നിനക്കും നമ്മുടെ കുട്ടികൾക്കും